എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസാചരണം കഴിഞ്ഞ് നമ്മൾ ഇന്ന് വീണ്ടും ഒത്തുകൂടുകയാണ്. നമ്മൾ സാധാരണയായി നടത്തിവരുന്ന സത്സംഗം ഇന്ന് 289 ഭാഗമാണ്. ഇന്ന് ചിങ്ങം 1 പുതുവർഷ പുലരിയിൽ എന്ന് പറയുന്നില്ല, സായങ്കാലമാണ്. എന്തായാലും ഈ പുതുവർഷത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാനെത്തിയ ഓരോ കുടുംബാംഗങ്ങൾക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിൽ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഏവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മുടെ പ്രിയങ്കരനായ ജയകൃഷ്ണൻജിയെ സാദരം ക്ഷണിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാഗാനത്തിനായി. ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാ താപപാപക്ഷമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ജയകൃഷ്ണൻജി. നമ്മുടെ ഈ പുതുവർഷം വളരെ സന്തോഷവും സമൃദ്ധവും സൗഭാഗ്യം നിറഞ്ഞതുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ബഹുമാന്യനായ ശ്രീ വാമനേട്ടനെ ഒന്ന് സാദരം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ശ്രീ വാമനേട്ടൻ. ജയശങ്കര. ശങ്കര ഭഗവത്പാദരുടെ പാതാരബന്ധങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണലിലെ എല്ലാ ബന്ധുക്കൾക്കും നമസ്കാരം. ഓരോ നിമിഷവും പുതിയ നിമിഷമാണ് അല്ലേ? നമുക്ക് എവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ ശ്വസിക്കുന്ന വായുവല്ല അടുത്ത നിമിഷം ശ്വസിക്കുന്നത്. ഇന്നലെ കണ്ട മനുഷ്യനല്ല ഇന്ന് കാണുന്നത്. ഒരു നിമിഷവും പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മാറിക്കൊണ്ടേയിരിക്കുന്ന പ്രകൃതിയിൽ നമ്മളും മാറുന്നു, പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമുക്കറിയാം, നമ്മളൊരു എന്താ പറയാ, ഈ ദേവപ്രശ്നം നോക്കുമ്പോൾ ക്ഷേത്രത്തിൽ പറയും ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ പ്രശ്നം വെക്കണം എന്ന് പറയും. ഇത് 12 വർഷം. എന്താ പ്രത്യേകത? ഈ 12 വർഷം കഴിയുമ്പോൾ മൊത്തത്തിൽ ഒരു ചേഞ്ച് എല്ലാത്തിനും. നമുക്ക് തന്നെ ബാല്യം, കൗമാരം, യൗവനം, എന്താ ഗാർഭ്യം, വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ സമയം കഴിയുമ്പോഴും നമ്മുടെ തൊലി പോലും 12 വർഷം മൊത്തം മാറി പുതിയ വരുന്നതാണ് ലേറ്റസ്റ്റ് മെഡിസിൻ പറയുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ കുറേ കുഞ്ഞുങ്ങൾ രാമായണം വായിക്കുകയും കഥകൾ പറയുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ പറയുന്നത് നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംഘടനയായിട്ട് നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇത് നിലനിർത്തുക എന്നുള്ളത്. നമുക്ക് മാസത്തിൽ ഒരു ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ എന്താ സത്സംഗങ്ങളൊക്കെ ചെയ്യുകയും ഇപ്പോൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഞാൻ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ എനിക്കൊരു നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇല്ലേ, പശുവിനെ മേയാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് കയറി പോകും. എന്തെങ്കിലുമൊക്കെ നമുക്കറിയാവുന്നതും അല്ലെങ്കിൽ ചിന്തിക്കുന്നതും വായിച്ചുള്ളതും കേട്ടതും അനുഭവത്തിലായ കാര്യങ്ങൾ പറയും. അത് പോരാ. നമ്മുടെ ഈ സത്സംഗങ്ങളൊക്കെ നമുക്ക് ഒരു സബ്ജക്റ്റ് വെക്കണം. ആ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാവരും അവരവർക്ക് അറിയുന്ന രീതിയിൽ അവരനുഭവങ്ങൾ വായിച്ചത്, കേട്ടത്, അറിഞ്ഞത് അത് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. ആയിക്കോട്ടെ, ഇന്നിപ്പോ ഞാനൊരു സബ്ജക്ട് സ്വയം തിരഞ്ഞെടുത്തു. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഈശ്വരോന്മുഖമാകണം. ഇന്ദ്രിയങ്ങൾ ഈശ്വരോന്മുഖമാകണം. ഒരു ഭക്തൻ പറഞ്ഞ പോലെ, കണ്ണിൽ കാണായി വരേണം തിരുവുടലടിയൻ എപ്പോഴും പൂജ ചെയ്യുവാൻ.
കണ്ണിൽ കാണായി വരേണം തിരുവുടലടിയനെപ്പോഴും പൂജ ചെയ്യുവാൻ. കയ്യിനാകേണം എൻ കാൽ തിരുസവിധമണഞ്ഞിടുവാനാകവേണം. കാതാൽ കേൾക്കായി വരേണം തവചരിതം ഇവൻ മാനസം നിങ്കൽ വേണം. കാതാൽ കേൾക്കായി വരേണം തവചരിതം ഇവൻ മാനസം നിങ്കൽ വേണം. കാലിൽ കൂപ്പാൻ ശിരസ്സും തുളസിയുടെ മണം മൂക്കിനും കിട്ടിടേണം. ഒരു ഭക്തകവി എന്നോ എഴുതിയ 4 വരികളാണ്. അദ്ദേഹം പറയണു, ഹേ ഭഗവാനെ, എൻ്റെ കണ്ണുകൾ നിന്റെ തിരുവുടൽ കാണുന്നതിനും എൻ്റെ കൈകൾ നിന്നെ സദാ പൂജിക്കുന്നതിനും എൻ്റെ കാതുകൾ നിന്റെ ചരിത്രങ്ങൾ കേൾക്കുന്നതിനും എൻ്റെ കാലുകൾ നിന്റെ സവിധത്തിൽ വരുന്നതിനും എൻ്റെ മനസ്സ് നിന്നെ ധ്യാനിക്കുന്നതിനും എൻ്റെ ശിരസ് നിൻ കാൽക്കൽ കുമ്പിടുന്നതിനും എൻ്റെ മൂക്ക് നിൻ പാദതുളസിയുടെ മണം ആസ്വദിക്കുന്നതിനും മാത്രമായി ഭവിക്കണമേ എന്ന് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നു. അതാണ് മർത്യരായ നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ ആദിശങ്കര ഇന്റർനാഷണൽ നമ്മൾ ഒരുപാട് സത്സംഗങ്ങൾ നടത്തണം. അപ്പോഴൊക്കെ പറയാറുണ്ട്, ഗീതയിൽ പറഞ്ഞില്ലേ, അനന്യാ ചിന്തയന്തോ മാം ഹേ ജനപര്യുപാസതേ. മറ്റു യാതൊരു ചിന്തയുമില്ലാതെ ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് അവനെ സമർപ്പണം. ഇവിടെയൊക്കെ കുഴപ്പം അതാണ്. എന്താണ്? പൂർണ്ണമായുള്ള ശരണാഗതി അത് ഉണ്ടാവണം. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യ പടികളാണ്. ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നമുക്ക് ആ മോക്ഷ മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴികളാണ്. മനുഷ്യന് അനേക കോടി ജീവജാലങ്ങളിൽ വെച്ച് ഉന്നതമായ മനുഷ്യൻ തന്റെ ജന്മലക്ഷ്യമായ മുക്തിയെ തേടുവാനാണ് ശ്രമിക്കേണ്ടത്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം മാത്രമേ ഒരു ജീവന് മർത്യജന്മം ലഭ്യമാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലയോ ഭഗവാനെ, ജ്ഞാനം, അമ്മയുടെ നേരെയുള്ള ഭക്തി എന്നിവ പൂർവജന്മമായ സുഹൃത്തുക്കൾക്കായി മനുഷ്യർക്ക് എളുപ്പത്തിൽ സിദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നാഗലോകവാസിയും നരകവാസിയും ഈ ലോകത്തിൽ മനുഷ്യജന്മം കിട്ടാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? ദൈവേച്ഛയാൽ സംസാര സാഗരണം അത് നമുക്ക് തരണം ചെയ്യുന്നതിന് നൗകയായി പരിഗണിച്ചിരിക്കുന്ന ഈ മനുഷ്യ ശരീരം എനിക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലെ? ഇനി എന്നെ അങ്ങ് ആചാര്യനെ കടത്തുകാരനായ സ്വയം അനുകൂലമായ കാറ്റായി തീർന്ന് മറുകര എത്തിക്കണമേ. നമ്മളെപ്പോഴും പറയുന്നതാണ്, ജീവിതം എന്ന് പറയുന്നത് വലിയ സംസാര സാഗരം എന്ന് പറയാറുണ്ട്. ഈ സംസാര സാഗരത്തിലെ തിരമാലകളുണ്ട്, അത് നല്ല ജീവികളുണ്ട്, മറ്റു പല ജീവികളുണ്ടാവും. അപ്പൊ എന്താണ് ഭക്തി 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 എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ളത് അല്ല. പിന്നെയോ യഥാർത്ഥമായ ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണോ നമുക്ക് നല്ലത് അത് നമുക്ക് ഭഗവാൻ നൽകും. അതിനൊരു കാര്യമുള്ളൂ, രാമായണത്തിലൊക്കെ നമ്മൾ എന്നും കേട്ടത്, എന്നും നമ്മൾ പറഞ്ഞു കേട്ടോ, എന്താണ്? നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക. മനസ്സ് ശുദ്ധമാക്കാൻ ഒന്നേ വഴിയുള്ളൂ. എന്താണ്? നാമജപം. നാമം ജപിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈശ്വരൻ നമ്മുടെ മനസ്സ് കുടികൊണ്ടുകൊള്ളും. അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥനയിലൂടെ ഒക്കെ നമുക്ക് അതിനൊരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ ഗുരു നമ്മുടെ പ്രാർത്ഥനയിലൂടെ വന്നു ചേരുക തന്നെ ചെയ്യും. നമ്മൾ ലോകഗുരുവായിരിക്കുന്ന ആചാര്യരുടെ, ശങ്കരാചാര്യരുടെ, നമുക്കറിയാം, യാഥാർത്ഥ്യം പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ മഹത്വം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം എഴുതിയ കൃതികൾ ആ 32 വയസ്സിനകത്ത് ലോകത്തിന് നൽകിയ സംഭാവനകള് മനുഷ്യരാശിക്ക് മാത്രമല്ല പ്രകൃതിയുടെ നിലനിൽപ്പിനും ജീവസന്ധാരണത്തിനും എല്ലാത്തിനും നൽകിയ സംഭാവന എത്രത്തോളം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തന്നെ. ഇന്നും നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ കൃതികളൊക്കെ പഠിച്ചു. ജഗദീഷ് നമുക്ക് സൗന്ദര്യലേഖരി പറഞ്ഞു തന്നു. സത്യമായ സൗന്ദര്യലഹരിയുടെ ഒരു വർഷമാണ് അദ്ദേഹം പറഞ്ഞത്.
പിന്നെ മറ്റൊരു വെർഷനുണ്ട്. അതിനകത്ത് താന്ത്രികമായ കുറേ വെർഷൻസ് ഉണ്ട്. നമുക്ക് ഓരോ രോഗങ്ങൾക്കും നമുക്ക് എന്താ ഭൗതികമായ കാര്യങ്ങൾ ലഭിക്കുന്ന നമുക്ക് സ്വന്തം കയ്യിൽ തന്നെ പുസ്തകം എല്ലാവർക്കും അറിയാൻ പറ്റും ഇല്ലേ? അതിനകത്ത് ഓരോ കാര്യങ്ങൾക്കും പ്രത്യേക യന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യലഹരിയുടെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ എന്താ അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷെ അതോടൊപ്പം അതിന് താത്വികമായിട്ട് വലിയൊരു തലമുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് പഠിച്ചു കഴിയുമ്പോഴേ അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ആ സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ ആ പുസ്തകം നമ്മൾ ഇത്രയും സമയം കൊണ്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനി എത്രയോ മനസ്സിലാക്കാനുണ്ട് എന്നുള്ള അറിവാണ് നമുക്കിലേക്ക് വരേണ്ടത്. എന്ന് പറഞ്ഞാല് നമ്മൾ അറിഞ്ഞത് വളരെ കുറവാണ്, അറിയാനുള്ളതാണ് ഒരുപാട്. ഇതുപോലുള്ള സത്സംഗങ്ങൾ ഇപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ ഓരോ സത്സംഗം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ടൈമിനകത്ത് തന്നെ നമുക്ക് കിട്ടണം. 1 മണിക്കൂറാണെങ്കിൽ ഒരാൾക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം എന്ത് ചെയ്യണം? ആ മനുഷ്യജന്മം നമ്മുടെ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഇനി മറ്റുള്ള ജീവജാലങ്ങളെ പോലെ ഭൗതിക സുഖങ്ങൾ മാത്രം ഒഴുകി പാഴാക്കി കളയാനുള്ളതല്ല നമ്മുടെ ജന്മം. പിന്നെയോ നമ്മുടെ കണ്ണും കാതും കൈയും കാലും മൂക്കും നാവും മറ്റുള്ള ജീവികൾ മനുഷ്യരെ കൂടാതെ വരെ അനേകമുണ്ട്. അതുപോരാ, ഇന്ദ്രിയ സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ജന്മമെടുത്ത. എന്നാൽ അതിന് മർത്യജന്മം വേണമെന്നില്ലല്ലോ അല്ലേ? മർത്യജന്മം കിട്ടുമ്പോ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് എത്താൻ കഴിയണം. മോക്ഷമാർഗത്തിന് വേണ്ടി അല്ലെ നമ്മൾ അതുപോലെയുള്ള സത്സംഗങ്ങള് ജീവങ്ങള് ഒക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ കാതുകള് ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിനും അല്ലെ കണ്ണ ഭഗവാനെ ദർശിക്കുന്നതിനും അല്ലെ ഭഗവാന്റെ സൃഷ്ടികളെ ദർശിക്കുന്നതിനും നമ്മുടെ ഉടല് ഭഗവാന് പൂജ ചെയ്യാനുള്ള കൈകൾക്കാകണമെന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ഒരു ഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അമ്മയുടെ മുഖം കാണുന്നു, ആ മുഖമൊക്കെ കാണുമ്പോ നമ്മുടെ അമ്മയൊക്കെ കടന്നുപോയി എങ്കിലും ഈ കണ്ണിലൂടെ അമ്മമാരെ നമ്മൾ ഓർമ്മിക്കുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇതെല്ലാം ഈശ്വരോന്മുഖമാകണം എന്നുള്ള പ്രാർത്ഥന. അതായത് കണ്ണാൽ കാണായി വരേണം തിരുവുടലടിയൻ എപ്പോഴും പൂജ ചെയ്യുവാൻ കയ്യിനാകേണം എൻ കാൽ തിരുസവിധമണഞ്ഞിടുവാനാകവേണം കാതാൽ കേൾക്കായി വരേണം തവചരിതം ഇവൻ മാനസം നിങ്കൽ വേണം കാലിൽ കുപ്പാൻ ശിരസ്സും തുളസിയുടെ മണം മൂക്കിനും കിട്ടിടേണം. ഭഗവാനെ അവിടുന്ന് ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ വസിച്ച് ഞങ്ങളുടെ എല്ലാം അസത്തോമ ശബ്ദമയ മൃത്യോമ അമൃതംഗമയ അങ്ങനെ ഞങ്ങൾ ഇരുട്ടിൽ അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മാത്രം എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു ക്ഷേത്രത്തിന് മുമ്പ് എന്താ പ്രാർത്ഥിക്കണം? ഇത്രയേ ഉള്ളൂ. എന്താ? തമസോമ ജ്യോതിർഗമയ തമസോമ ജ്യോതിർഗമയ അസത്തോമ സദ്ഗമയ. എനിക്ക് ഏതാണ് സത്യം എന്ന് അറിഞ്ഞൂടെ ഭഗവാനെ? യഥാർത്ഥമായ സത്യം ഏതാണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് മാത്രമാണ്, ഈശ്വരൻ മാത്രമാണ് പ്രപഞ്ച സാക്ഷിയായിരിക്കുന്ന, പ്രപഞ്ചത്തിന്റെ കർത്താവായിരിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങ് മാത്രമാണ് സത്യം. ഭഗവാൻ മാത്രമാണ് സത്യം. ഈശ്വരൻ മാത്രമാണ് സത്യം. മറ്റ് അദ്ദേഹം കളിക്കുന്ന മായകള് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അദ്ദേഹം കളിപ്പിക്കുന്ന പാവകൾ മാത്രമാണെന്നൊന്നും. ഈ സംസാരമാകുന്ന സാഗരം, ഈ സാഗരം നമുക്ക് ഭക്തിപൂർവം, ആരോഗ്യപൂർവം, ശാന്തിപൂർവം, സമാധാനപൂർവം, ഐശ്വര്യപൂർവം കടന്ന് അവിടുത്തെ തിരുസന്നിധിയിൽ ജയിക്കുന്നതിനുള്ള അനുഗ്രഹം തരണമെന്നും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷമായിട്ട് മലയാള വർഷം 1201 ചിങ്ങം പുലർന്നു. ഓണത്തിന് കാത്തിരിക്കുന്ന മലയാളി ജനത, തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും നല്ല സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെയാണ് ഓരോ പുതുവർഷവും നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ
സായം സന്ധ്യയിൽ ബുദ്ധിമധുരമായ ഒരു കീർത്തനവും ആലപിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി അടുത്തിയെ സാദരം ക്ഷണിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. സൗന്ദര്യ ലഹരിയുടെ കുറച്ച് ശ്ലോകം വായിക്കാം എന്ന് വിചാരിക്കുന്നു. ആണ്ടുപിറപ്പ് 1-ാം തീയതി ആയിട്ട് നല്ല ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഭഗവതിയുടെ കാരുണ്യം എല്ലാവർക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതിം തനീയാം സാംപാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ജിന്വൻ വിരചയതി ലോകാനവികലം വഹത്യേനം ശൗരീ കഥമപി സഹസ്രേണ ശിരസാം ഹരഃ സംക്ഷുദ്ധ്യൈനം ഭജതി ഭസിധോധൂളന വിധിം അവിദ്യാനാമന്ത സ്ഥിമിരമിഹിരദ്വീപനഗരീ ജഡാനാം ചൈതന്യസ്തബകമകരന്ദ ശ്രുതിസ്സരീ ദരിദ്രാണാം ചിന്താമണി ഗുണനിക ജന്മജലധൗ നിമഗ്ധാനാം ദംഷ്ട്രാ മുരരിപുവരാഹസ്യ ഭവതി തദന്യ പാണിഭ്യാമവരെ അഭയവരദോ ദൈവതഗണ ത്വമേക നൈവാസി പ്രകടിതവരാഭീത്യഭിനയ ഭയത്രാതും ദാതും ഫലമപി ച വാഞ്ഛാസമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണായേവ നിപുണൈ ഹരസ്ത്വാമാരാധ്യാം പ്രണതജന സൗഭാഗ്യജനനീ പുരാനാരീ ഭുക്വാ പുരരിപുമപി ക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയനലേഖ്യേന വപുഷാ മുനീനാമപ്യന്ത പ്രഭവതി മോഹായ മഹദാം ധനുപൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖാ വസന്തഃ സാമന്തോ മലയമാരുദായോധനരഥ തഥാപ്യേകഃ സർവം ഹിമഗിരിസുതേ കാമപി കൃപാമാംബാംഗാത്തെ ലബ്ധ്വാ ജഗദധിമനംഗോ വിജയതേ ക്വണക്കാഞ്ചീദാമാ കരികളഭകുംഭസ്തനനദാ പരീക്ഷീണാമധ്യേ പരിണതശരചന്ദ്രവദനാ ധനുർബാണാൻ പാശം ശൃണിമഭിദധാന കരതലൈ പുരസ്താദാസ്താം ന പുരമതിതുരോഹോ പുരുഷിക സുധാസിന്ധോർമധ്യേ സുരവിടവിവാടി പരിവൃതേ മണിദ്വീപേ നീപോ പവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവ പര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യ കതിചന ചിദാനന്ദലഹരീം മഹിം മൂലാധാരേ
കമപി മണിപൂരേ ഹുതവകം സ്ഥിതം സ്വാദിഷ്ടാനെ ഹൃദിമരുതമാകാശമുപരി മനോബിഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപദം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ സുധാധാരാസാരൈ ശരണയുഗളാന്തർവിഗളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരപി രസാം നായമഹസാം അവാപ്യ സ്വാം ഭൂമിം ഭുജഗനിഭതുഷ്ടവലഹാം ഭുജഗനിഭ മദ്ദുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വഭിഷികുളകുണ്ഠേ കുഹരിണീ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതിയെടുത്ത്. നമുക്കറിയാം, മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം ഓണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. ഈ ഓരോ വർഷവും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ നമ്മുടെ ശോഭ ചേച്ചിയെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്, ഒരു നല്ല കീർത്തനവുമായിട്ട് എത്തട്ടെ. ശോഭ ചേച്ചി, ശോഭാകൃഷ്ണൻ അവരുടെ സാദരം. നാരായണീയത്തിലെ ഭഗവാന്റെ കേശാദിപാദം ചൊല്ലിക്കോളൂ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം കാരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈർ ആവീതം നാരദാദൈർ വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയശ്ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരശ്രഗ്നിവീതം തവ മൃദുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്ചേതോർധ്വപുണ്ഡ്രാമഭിജസുലളിതാം ബാലബാലേന്ദുവീഥീം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചലദ്ഭ്രോവിലാസൈർ ആനീലസ്നിഗ്ധഭസ്മാവലീ പരിലസിതം നേത്രയുഗ്മം വിഭോദേ സാന്ദ്രച്ഛായം വിശാലാരുണകമലദളാകാര മാമുഗ്ധതാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോലസദ്ഗണ്ഡപാളീ വ്യാലോലകണ്ണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തഭംഗിസ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്താം പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുൽഭാസതാം മേ ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാശോണപാണി പ്രവാളേൻ
നോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖാങ്കുലേ സംഗചാരാം കൃത്വാ വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാഗ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥീം ഉത്സർപ്പകൗസ്തുഭശ്രിതദീഭിരനുരുണിതം ഓമളം ഗന്ധദേശം വക്ഷശ്രീവത്സരമ്യം തരളധരസമുദ്ദീപ്രഹാരപ്രദാനം നാനാവർണപ്രസൂനാവലീകിസലയിനീം വന്യമാലാം വിലോലാ ലോലംബാം ലംബമാനാമുരസിതവദതാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗേ അതിശയ വികസൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമവികൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാസ്മന്യസ്തപ്തോജ്വലകനകനിഭം വേദജേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരസനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഓരോ ചാരൂതപോരോ ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താന്യസനധൃതസമ കാർത്തപാളീ സമുദ്ഗത് ഛായാം ജാനോദ്വയം ചക്രമൃദുലമനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാദൈരിവപദഭജനം ശ്രേയയിത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജൻ നഗരഹിമകര ജ്യോത്സ്നയാരാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംദ്വേഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകചലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകചലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേ ഇദമിക ഗുരുദാം ആയുരാരോഗ്യ സൗഖ്യം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വളരെ സന്തോഷം ശോഭ ചേച്ചി. നമ്മുടെ സത്സന്ധ്യകളിലും രാമായണ പാരായണത്തിലും എല്ലാം
സാന്നിധ്യം കൊണ്ട് നമുക്കേറെ പ്രിയങ്കരിയായ ബഹുമാനിയായ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അമ്മയുടെ സ്തുതിമധുരമായ ഒരു കീർത്തനം ആലപിക്കാൻ ശ്രീ രാധാമണി അന്തർജനം, നമ്മുടെ പ്രിയപ്പെട്ട ജയഷൻജിയുടെ അമ്മ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അമ്മയുടെ കീർത്തനത്തിനായി ഞങ്ങൾ കാതോർക്കും. ആദ്യമായി എല്ലാവർക്കും പുതുവത്സരാശംസകള്. കൃഷ്ണഗാഥ ചിങ്ങമാസമാകുമ്പോൾ വടക്കോട്ടൊക്കെ കൃഷ്ണഗാഥ വായിക്കുക ഒരു പതിവാണ്. നമ്മൾ രാമായണം വായിക്കുന്ന പോലെ കൃഷ്ണഗാഥയിലെ കൃഷ്ണപ്പാട്ട് എന്ന് പറഞ്ഞ്, അപ്പൊ അതിലെ ഒരു കീർത്തനം ആലപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മറുപൊരുളായി മറഞ്ഞവനേ ഹരി, മലർമകൾ കൊങ്ക പുണർന്നവനേ ഹരി, മധുമതവെണ്ണ നുകർന്നവനേ ഹരി, മരുതുമരങ്ങൾ ധരിച്ചവനേ ഹരി, മഴമുകിൽ കാന്തി കലർന്നവനേ ഹരി, മധുമൊഴി മാർത്തുകിൽ കട്ടവനേ ഹരി, മധുരയിൽ വാണു നിറന്നവനേ ഹരി, മനുജകുലത്തിലൊരുത്തവനേ ഹരി, മധുരരസത്തെ നുകർന്നവനേ ഹരി, മധുരവുനാമവിയന്നവനേ ഹരി. ഹലോ, കേൾക്കുന്നുണ്ട് ചേച്ചി. കേക്കാം അമ്മേ, കേക്കാം ചൊല്ലിക്കൊണ്ട്. മഗധ നൃപന്മതിമിത്തവനേ ഹരി, മഹിത ഗുണങ്ങളിടങ്ങവനേ ഹരി, മല കൊണ്ടു മാരി തടുത്തവനേ ഹരി, മനസ്സിജസൂനുവയാണ്ടവനേ ഹരി, മടവയരോടു കലർന്നവനേ ഹരി, മരതകാന്തി കലർന്നവനേ ഹരി, മലയജവാസിതമാറുളനേ ഹരി, മലിനത മാച്ചു കളഞ്ഞവനേ ഹരി, മകുടവിരാജിതമസ്തകനേ ഹരി, മഹിമയിലാണ്ട സമസ്തകനേ ഹരി, മതകരി നാശകനായവനേ ഹരി, മമത വെടിഞ്ഞവർ നാശകനേ ഹരി, മലിപുകൾ ബാണനെ വെന്നവനേ ഹരി, മനുഷ്യ വൈരിയൊടേറ്റവനേ ഹരി, മകരമുഖായുധ കുണ്ടലനേ ഹരി, മുകുര മനോഹര ഗന്ധകനേ ഹരി, മഹിത മഹാമുനി വന്ദിതനേ ഹരി, മണിഗണ മണ്ഡിത സുന്ദരനേ ഹരി, മണമെഴും മാലകൾ പൂണ്ടവനേ ഹരി, മഞ്ജുള സിഞ്ചിത നൂപുരനേ ഹരി, മങ്കയർ പാതയർ വഞ്ചകനേ ഹരി, മഞ്ചക കഞ്ചുന മാരകനേ ഹരി, മല്ലിക മുല്ലയണിഞ്ഞവനേ ഹരി, മല്ലരെ വന്നു നിറന്നവനേ ഹരി, മനുടെ ഭാരമൊഴിച്ചവനേ ഹരി, മരണവിഷാദമൊഴിപ്പവനേ ഹരി, മധുകര മണ്ഡിത മാലികനേ ഹരി, മുഖരസികാവലി ബാലകനേ ഹരി, മരുവലർമാൺബനെ മാച്ചവനേ ഹരി, മസൃണ മഹാമണി മണ്ഡിതനേ ഹരി, മംഗലമന്ദിരമായവനേ ഹരി, ഹരി 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 ഹരി. ആജ്ഞയാ കോലഭൂപസ്യ പ്രാജ്ഞസ്യോദയവർമ്മണ കൃതായാം കൃഷ്ണഗാഥായാം കൃഷ്ണസർഗതിരീരിത. ഹരേ കൃഷ്ണ. ജയശങ്കര. സന്തോഷം. അമ്മ പുതിയതാണല്ലോ അമ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥയാണ് ഇപ്പൊ. കൃഷ്ണഗാഥ കൊണ്ട് നമ്മുടെ ഈ സദ്യ
ഭക്തിപൂർണമാക്കിയ ആദ്യമായിട്ട് കേൾക്കുവാ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ആണ് ഇത്. വളരെ സന്തോഷം അമ്മ. എന്തായാലും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ ഒരു കീർത്തനം ആലപിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ടാണ് ആലപിച്ച. പുതുവർഷത്തിൽ ഇതൊക്കെ കേൾക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. എന്തായാലും ഞങ്ങളുടെ ഏവരുടെയും സന്തോഷവും ബഹുമാനവും അറിയിക്കാം. നമുക്ക് അന്നപൂർണേശ്വരി ചേച്ചി ഇവിടെ ഉണ്ട്. വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു കീർത്തനം ആലപിക്കാൻ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ജയശങ്കര. ജയശങ്കര. പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. എങ്ങനെ ഞാൻ ഭജിക്കേണ്ടു, എങ്ങനെ ഞാൻ വണങ്ങേണ്ടു, എൻ മനസാം പാലാഴിയിൽ പള്ളികൊള്ളും ഭഗവാനേ. പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. നാരിമാതൻ ചെല ചുറ്റി പാടിയാടും കോമളനീ, ഗോപികൾ തൻ മനത്തിലെ തെന്നുകരും ശ്യാമവർണ്ണ. പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. പീലി ചാർത്തി പട്ടുടുത്ത് കാലുകൊണ്ട് താളമിട്ടു വേണുനാഥം മുഴക്കുന്ന ഗാനലോല നിന്നെ കാണാൻ. പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. പാട്ടുപാടി ഞാനുണർത്താൻ ഏതു ഗാനം മൂളിടേണ്ടു, എൻ മനമാ ശ്രീകോവിലിൽ മണരുളം നീലവർണ്ണ. പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. കോടി ജന്മം നൽകിയാലും നോമ്പു നോറ്റു ഞാനിരിക്കാൻ, ഏതു നാമം ജപിക്കേണ്ടു രാധിക തൻ ചിത്തചോര. പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. പാഹി പാഹി ശ്യാമവർണ്ണ പാഹി പാഹി മേഘവർണ്ണ. ജയ ശ്രീകൃഷ്ണ. ജയശങ്കര. വളരെ സന്തോഷം. തിരുവാതിരപ്പാട്ടിന്റെ ശൈലികളെ ഓർമ്മിപ്പിക്കുന്ന ആ ഭക്തിഗാനം ഏവർക്കും ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. സന്തോഷം. ഇവിടെ കോട്ടയം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ രാജീവൻ നമ്പൂതിരിന്റെ അമ്മാവനാണ്. അമ്മാവനെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അമ്മാവന്റെ സ്വരം
കേട്ടിട്ട് കുറച്ച് നാളായി. തീർച്ചയായിട്ടും നല്ലൊരു ഭക്തിഗാനത്തിനായിട്ട് അമ്മാവനെ സാദരം ക്ഷണിക്കും. കേക്കാവോ? കേക്കാം ജയശങ്കര. എനിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ മുറിഞ്ഞാ കേട്ടുകൊണ്ടിരുന്നത് ഇതുവരെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ച കേക്കാവോ? കേക്കാം. ഒരുപക്ഷെ അവിടെ നെറ്റ് വീക്ക് ആയിരിക്കും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാം. അല്ലേ? അപ്പൊ എനിക്കൊരു ഭക്തി ഗാനം പാടാനുള്ള ഒരു ശാരീരിക ക്ഷമതയോ ഒന്നുമില്ല. ഞാൻ എന്തായാലും ഗുരുവായൂരപ്പന്റെ കുറെ പാട്ടുകൾ കേട്ടു. ഞാൻ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശ്ലോകം കഥകളിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതൊന്ന് ചൊല്ലാൻ ശ്രമിക്കാം. സാന്ദ്രാനന്ദാകുല ഹരിരഥ ഭഗവാൻ ഭക്തവാത്സല്യശാലി ദേവക്യ ആനന്ദന സന്നിഹ ഭുവി ജഗത രക്ഷനായ അവതീർണ ഹത്വാ കംസം സമല്ലം യൂധി സഹ ഹലിന സർവലോകൈ ലോകൈകനാഥ ശ്രീമത്യ ദ്വാരവത്യാ പുരി സുഖമാവസൽ ദാരതത്യ സമേത ജയശങ്കര. വളരെ സന്തോഷം അമ്മാവൻ. കുറെ നാളായി എനിക്ക് തോന്നുന്നത് കഥകളി പദവും അതുപോലുള്ള കീർത്തനങ്ങളും ഒക്കെ ആലപിച്ച് വന്നിട്ട് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്ന് ആ ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. തീർച്ചയായിട്ടും വളരെ സന്തോഷം അറിയിക്കട്ടെ. നീ തീർച്ചയായിട്ടും അമ്മയെ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും അമ്മയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. നമ്മുടെ ജ്യോതിഷിയുടെ അമ്മയാണ്. അമ്മ നമ്മുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചേർന്ന അമ്മയെ നമുക്ക് എല്ലാവർക്കും കൂടി സാദരം ക്ഷണിക്കാം.
ഗുരുവായൂരപ്പ, എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഗുരുവായൂരപ്പ ശരണം. കണി കാണും നേരം കമലാ നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തേ കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. നരകാവൈരിയ അരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികേളം തിരുമേശോഭയും കരുതി കൂപ്പൊന്നെ അടുത്തു വാ ഉണ്ണി കണി കാൺമാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതേ ചെരുശേലേ എന്നും കിലുങ്ങങ്കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണം കൃഷ്ണവശത്തു ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമലാ നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ബാല സ്ത്രീകളുടെ തുകലും മാരി കൊണ്ടരയാരിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ. കണി കാണും നേരം കമലാ നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാമണ്ണം പറഞ്ഞന്തൻ സ്മിതവും തോകേവ കണി കാണാൻ. കണി കാണും നേരം കമലാ നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. ഗുരുവായൂരപ്പ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഗുരുവായൂരപ്പ. വളരെ സന്തോഷം അമ്മേ. ഞാൻ ബാലകൃഷ്ണൻ സാറിനെ ഒന്ന് ക്ഷണിക്കുകയാണ്. ബാലകൃഷ്ണൻ സാറിന് തീർച്ചയായിട്ടും നമുക്ക് ഒരു കീർത്തനം അവതരിപ്പിക്കാനുള്ള ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ബാലകൃഷ്ണൻ സാർ പ്ലീസ്. സാർ ഞാന് റെഡിയല്ല. ചെയ്തോളാം. ശരി ആയിക്കോട്ടെ. നമുക്ക് തീർച്ചയായിട്ടും ഉഷാപ്പോളൊക്കെ ഇവിടെയുണ്ട്. ഉഷാപ്പോളെ ഞാൻ അവസാന സമർപ്പണത്തിനെ ക്ഷണിക്കുന്നുള്ളൂ. അതിനു മുമ്പ് ഇനിയും കീർത്തനം ആലപിക്കാൻ പലരും ഇവിടെയുണ്ട്, തയ്യാറായിട്ട് തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പേര് വിളിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരാണ് ഇനി അടുത്ത കീർത്തനം ആലപിക്കുന്നത്? കവിത അശോക്. ചൊല്ലാം. ഓക്കെ, വെരി ഗുഡ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാവർക്കും ആരോഗ്യ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞൊരു പുതുവത്സരം ആശംസിക്കുന്നു. നാരായണീയത്തിലെ 1-ാം ദശകം ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവുമാണ് ഞാൻ ചൊല്ലുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ
പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്പാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യ വസ്തുന്നഭി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാചാദിയാ വാ ഭജതി ബദജ്ജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരത മനസാ വിശ്വപീഡാവഹത്തെ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേ ഭൂതേന്ദ്രിയസ്തെ പബൃതി ബഹിശ്രൂയതേ വ്യാസവാക്യം. തസ്വച്ഛാദ്യദച്ചാദിത പരസുഖജിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിപതി മധുരേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനേ ഗാനമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലാലാസതുല്യം ഖലു വിമലതരം സത്തമാഹു സദാത്മാ. കസ്മാനോ നിഷ്കളസ്തം സകലൈതി വജസ്തത്കലാസേവ ഭൂമൻ. നിർവ്യാപാരോ വിനിഷ്കാരണമജ ഭജസേ യത്ക്രിയമീക്ഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതിരസതിക കൽപ്പാഭി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമമിതമതിരോധായകം സത്വരൂപം. സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാഗുണ്ട വൈകുണ്ഠരൂപം. തത്തേ പ്രത്യഗ്രധാരാദരളിതകല യാവലീ കേളികാരം ലാവണ്യ സൈകസാരം സുഹൃജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. ലക്ഷ്മീ ശങ്ക ലീലാ നിലയനമൃതസന്ത സന്തോഹമന്ത സിഞ്ചന്ത സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവകേ ദാവഹ ജീവഭാജാ മിഥ്യേവം മൂർവാ മാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ. നോ ചേ ജീവ കഥം വാ മധുരതരമിതം ത്വദ്ഭുജിദ്രസാദ്രം നേത്രൈ സോത്രൈ ച പീത്വാ പരമരസസുധാംഭോധി പൂരേ രമേരൻ. നമ്രാണാം സന്നിധൽസേ സദമഭിപുരൈസ്തൈരനൈ ഭർത്തിദാനാ വ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാംഗതീഞ്ച. ഇത്തം നിശേഷലഭ്യോ നിരവധി കവല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രന്തം ചക്രവാടി ധ്രുവമഭിലഷതി വൃത്തമതിവ്രജോയം. കാരുണ്യാ കാമമന്യം ദദതി കലുപരേ സാന്മദസ്വം വിശേഷാ ദൈശ്വര്യാദന്യേ ജഗതി പരജനേ സാന്മനോപീശരസ്ത്വം. തയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതന സ്ഫീത ഭാഗ്യാ സത്വം ചാത്മാ രാമ ഏവത്യേ തുലഗണഗണാധാര ശൗരേ നമസ്തേ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈ ചോപഗീതം. അംഗസാംഗോ സദാ ശ്രീരഖില വിദസിന ക്വാവിദേ സംഗവർത്താ തദ്വാകാര മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അസ്മിൻ പരാന്മൻ അനുവാന്മകൽപേ ത്വമിദ്ദമിദ്ദാപിതപന്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു. ഹരേ കൃഷ്ണ. ജയ് വളരെ സന്തോഷം ശ്രീമതി കവിത അശോക്. നമ്മുടെ അഭിലാഷ് വളരെ സന്തോഷത്തോടുകൂടി നോക്കി കാണുകയായിരുന്നു ചേച്ചിയുടെ കീർത്തനം. എന്തായാലും അഭിലാഷിനോടൊപ്പം ഞങ്ങളും ആ സന്തോഷം പങ്കിടുന്നു. കഴിഞ്ഞ രാമായണ മാസത്തില് ഷോപ്പോൾ അവതരിപ്പിച്ച പ്രശ്നോത്തരിയില് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് ആരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ശ്രീമതി ലീല ടി ഇവിടെ ഉണ്ട്. ഒരു കീർത്തനം ആലപിക്കാൻ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്.
ഞാൻ എന്താ നമ്മുടെ സൗന്ദര്യലഹരിയുടെ ആ സരസ്വതി അടുത്ത് ചെല്ലാൻ ഇരുന്നതായിരുന്നു. അപ്പൊ ഞാൻ എടുത്തത് പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് കണ്ണന്റെ ഒരു നാരായണന്റെ ഒരു പിന്നെ ലക്ഷ്മി നാരായണന്റെ ഒരു കീർത്തനം എടുക്കുക. അപ്പൊ ആ സരസ്വതി അടുത്ത് ചെല്ലുന്നോണ്ടായിരിക്കും എന്നെ കൊണ്ട് ആ പുസ്തകം തിരിച്ചു വെപ്പിച്ചത്. ഞാൻ ഒരു ലക്ഷ്മി നാരായണ കീർത്തനം ചെയ്തു. അതിന്റെ ബാക്കി ശ്ലോകം ചൊല്ലിയാട്ടെ 11 മുതല്. ഇല്ല, ഞാൻ അത്രയും ചൊല്ലാൻ നല്ലതായിട്ട് പഠിച്ചിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, ഏതെങ്കിലും അറിയുന്ന കീർത്തനം ആലപിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം വൃന്ദാവന സ്ഥിതം നാരായണം ദേവ വൃന്ദൈരഭീഷ്ടുതം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ദിനകരമധ്യകം നാരായണം ദിവ്യ കനകാംബരാധരം നാരായണം. പങ്കജലോചനം നാരായണം ഭക്ത സങ്കടമോചനം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. കരുണാപയോനിധി നാരായണം ഭവ്യ ശരണാഗതാനിധി നാരായണം. രക്ഷിത ജഗത്രയം നാരായണം ചക്ര ശിക്ഷിത സുരജയം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. അജ്ഞാനനാശനം നാരായണം ശുദ്ധ വിജ്ഞാനപാസകം നാരായണം. ശ്രീവത്സഭൂഷണം നാരായണം നന്ദ ഗോവത്സഭൂഷണം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ശൃംഗാരനായകം നാരായണം പദ ഗംഗാവിദായകം നാരായണം. ശ്രീകണ്ഠസേവിതം നാരായണം നിത്യ വൈകുണ്ഠവാസിനം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ഹരേ രാമ 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 ഹരേ. വളരെ സന്തോഷം. പ്രശ്നോത്തരികൾക്ക് മാത്രമല്ല, കീർത്തനം ആലപിക്കാനും ഞാൻ മുന്നിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഞാൻ എന്തും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ടാ അത് പോയത്. എന്തായാലും കൂടുതൽ എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റിയത് നിങ്ങളുടെ ഈ കുടുംബത്തോട് കൂടിയത് കൊണ്ട് മാത്രമാണ്. എനിക്ക് പണ്ട് ആദ്യം സംസാരിക്കാൻ പോലും വിളിക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ നമ്മുടെ കുടുംബത്തോട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമേ ഇങ്ങനെ പാടാനും പറയാനും ഒക്കെ പറ്റുള്ളൂ. ഇവിടെ നമുക്കിപ്പോ ഒരു കഴിവ് തെളിയിക്കുകയല്ല, ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബാംഗങ്ങളെ പോലെ ഈ വൈകിട്ട് ടിവിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് അത് കണ്ട് വെറുതെ സമയം കളയുന്നതിനൊക്കെ മറ്റൊരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിസാന്ദ്രമാക്കുന്ന ഈ സായസന്ധ്യയില് നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലായാലും എങ്ങനെ വേണമെങ്കിലും നമുക്കത് മുന്നോട്ട് വരുത്താം. തീർച്ചയായിട്ടും അത്
ഭക്തിയുടെ രീതിയിൽ തന്നെയേ ഞങ്ങൾ കാണുന്നുള്ളൂ. വളരെ സന്തോഷം. ആരോ കീർത്തനം ആലപിക്കാമെന്ന് പറഞ്ഞ്. എന്റെ മോനൊരു പാട്ട് പാടണം ഓ, ഗുരുവായൂരപ്പന്റെ. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. മോൻ പേര് പറഞ്ഞിട്ട് ഒന്ന് ചൊല്ലിക്കോളൂ. അല്ല, അവൻ ബാലശങ്കരത്തിലുള്ളതാ, അർണവ്. എന്തായാലും ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ. അർണവ് തീർച്ചയായിട്ടും കീർത്തനം ചൊല്ലിക്കോ. പറഞ്ഞു ജയിച്ചങ്ങര. ജയശങ്കര. എന്നുണ്ണി കണ്ണ പൊന്നുണ്ണി കണ്ണ എന്നോടെന്ത് പിണക്കമാണോ? എന്നുണ്ണി കണ്ണ പൊന്നുണ്ണി കണ്ണ എന്നോടെന്ത് പിണക്കമാണോ? പാൽച്ചോറ് വേണ്ടേ, പായസം വേണ്ടേ, പാലും പഴവും നിനക്കു വേണ്ടേ? പാൽച്ചോറ് വേണ്ടേ, പായസം വേണ്ടേ, പാലും പഴവും നിനക്കു വേണ്ടേ? എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണിക്കണ്ണ എന്നോടെന്ത് പിണക്കമാണോ? കണ്ണനെ പോലെ ഞാൻ ഉണ്ണിയല്ലേ, ഈ കണ്ണീര് കണ്ടാൽ കനിയുകില്ലേ? കണ്ണനെ പോലെ ഞാൻ ഉണ്ണിയല്ലേ, ഈ കണ്ണീര് കണ്ടാൽ കനിയുകില്ലേ? നൈവേദ്യം ഉണ്ണാനാൾ അച്ഛൻ വരുമ്പോൾ ഇന്നെനിക്കേറെ തല്ലുകൊള്ളും. നൈവേദ്യം ഉണ്ണാനാൾ അച്ഛൻ വരുമ്പോൾ ഇന്നെനിക്കേറെ തല്ലുകൊള്ളും. എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണി കണ്ണ എന്നോടെന്ത് പിണക്കമാണോ? പാൽച്ചോറ് വേണ്ടേ, പായസം വേണ്ടേ, പാലും പഴവും നിനക്കു വേണ്ടേ? എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണി കണ്ണ എന്നോടെന്ത് പിണക്കമാണോ? ജയശങ്കർ. വളരെ സന്തോഷം. എന്തായാലും ഉണ്ണിക്കണ്ണന് പിണക്കം ഉണ്ടാവില്ല എന്ന് ഒരിക്കൽ കൂടി ഞങ്ങള് എല്ലാവരും പറയുകയാണ്. ആർണവ് വളരെ നന്നായി പാടി. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇനിയുള്ള പരിപാടികളിലും ഇതുപോലെ കീർത്തനങ്ങൾ ആലപിക്കണം. ഞാൻ ഇനി ആരാണ് കീർത്തനവുമായിട്ട് മുന്നോട്ട് വരുന്നത്? ജ്യോതിഷിനെ തന്നെ വിളിക്കുകയാണ് കീർത്തനാലപനത്തിനായി. സമയം നമ്മുടെ കഴിയാറായിട്ടോ, കഴിഞ്ഞു തന്നെ പറയാം. എന്നാലും ഇന്ന് പുതുവത്സരമായതുകൊണ്ട് ഒരു കീർത്തനം പാടണമെന്നുള്ളൊരു മോഹം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജഗദീശന്റെ കാരുണ്യകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഇഷ്ടദേവനായ അയ്യപ്പസ്വാമിയെ കുറിച്ചൊരു കീർത്തനം എല്ലാവർക്കും മുമ്പ് സമർപ്പിക്കുന്നു. കീർത്തനമല്ല, ഭജനയെന്ന് തന്നെ പറയാം. നന്മ മേലിൽ വരുവതിനായി ഞങ്ങൾ നിർമ്മല നിന്നെ സേവ ചെയ്തിടുന്നു. സമ്മതം മമ വന്നു തുണയ്ക്കണം. ഹരിഹര പുത്രനയ്യപ്പ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. ശബരിമാമല ശാസ്താവേ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. ശബരിമാമല ശാസ്താവേ പാഹിമാം. മന്നിലിന്നു മഹാഗിരി തന്നില ഉന്നതമാം ശബരിമല തന്നിൽ സേവിച്ചിടും ജനങ്ങളെ നിത്യവും പാലിച്ചിടുക സ്വാമി നിലാവയ്യാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. ശബരിമാമല ശാസ്താവേ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. ശബരിമാമല ശാസ്താവേ പാഹിമാം. ശിവസുത ഞങ്ങൾക്കുള്ള മാലൊക്കെയും തിരുവടി തന്നെ തീർത്തു രക്ഷിക്കണം. കരുണവാരിതെ കാത്തിടണം മമ തിരുമലരിണ സ്വാമി നിലാവയ്യാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. ശബരിമാമല ശാസ്താവേ പാഹിമാം. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. ശബരിമാമല ശാസ്താവേ പാഹിമാം.
വരണം ഞങ്ങൾക്ക് സമ്പത്തുമേൽക്കുമേൽ തരണം സന്തതിയുമടിയങ്ങൾക്ക് പല ഗുണങ്ങൾ ശരീര സൗഖ്യങ്ങളും വരണമേ നിത്യം സ്വാമി നീലാവയ്യ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം എപ്പോഴും തവ പാദങ്ങളല്ലാതെ മറ്റൊരു മനസ്സില്ല കൃപാനിധേ തൃക്കൺ പാർക്കണം ഞങ്ങളിൽ നിത്യവും വിഷ്ണു നന്ദന സ്വാമി നിലാവയ്യ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം സ്വാമിയേ ശരണമയ്യപ്പ. വേണ്ട, കുട്ടി തന്നെ പറഞ്ഞു സൂപ്പറായിരുന്നു. അപ്പൊ നമ്മളെന്താ അഭിപ്രായം പറയുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു അയ്യപ്പ ഭക്തി ഗാനം ആലപിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സത്സന്ധ്യകളും എല്ലാ പരിപാടികളും മുന്നിൽ നിന്ന് നയിക്കുന്നത് തീർച്ചയായും ജ്യോതിഷി തന്നെയാണ്. നമുക്കത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് നമ്മുടെ സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. നമ്മുടെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമർപ്പണത്തിന് റെഡിയായിട്ട് ഷോപ്പുകൾ ഇവിടെ ഉണ്ടെങ്കിലും അതിനു മുമ്പ് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരവസരം കൂടി കീർത്തനം ചെല്ലാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ആരെങ്കിലും കീർത്തനം ചെല്ലാൻ മുന്നിട്ട് വരികയാണെങ്കിൽ അവരൊക്കെ. രാമകൃഷ്ണൻ സാറ് കീർത്തനം ചൊല്ലുന്നോ? മ്യൂട്ടാണ്. ചൊല്ലുന്നുണ്ട്, ഒരെണ്ണം ചൊല്ലുന്നുണ്ട്. ചൊല്ലിക്കോ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരൊരു മധുര എഴുതിയാൽ തീരാത്ത കവിത, ഒഴുകാതൊഴുകുന്ന യമുന ഭക്ത ഹൃദയങ്ങളിൽ സ്വർണദ്വാരക. ഗുരുവായൂരൊരു മധുര എഴുതിയാൽ തീരാത്ത കവിത, ഒഴുകാതൊഴുകുന്ന യമുന ഭക്ത ഹൃദയങ്ങളിൽ സ്വർണദ്വാരക. ഗുരുവായൂരൊരു മധുര. ഞാനാ മധുരാപുരിയിൽ പശുവായി മേഞ്ഞു നടക്കുന്നു. ഞാനാ കവിതയെ ഉള്ളിലുണർത്തും ഗാനമാവുന്നു. അഷ്ടപതി ഗാനമാവുന്നു. ഈ ഗാനം കേൾക്കുമോ നാദബ്രഹ്മത്തിൻ തേരു തെളിക്കും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരൊരു മധുര എഴുതിയാൽ തീരാത്ത കവിത, ഒഴുകാതൊഴുകുന്ന യമുന ഭക്ത ഹൃദയങ്ങളിൽ സ്വർണദ്വാരക. ഗുരുവായൂരൊരു മധുര. ഞാനാ യമുനയിൽ കൃഷ്ണശിലയായി വീണുമയങ്ങുന്നു. ഞാനാ സ്വർണ ദ്വാരക തേടും ബ്രാഹ്മണനാകുന്നു. സതീർത്യ ബ്രാഹ്മണനാകുന്നു. ഈ കയ്യാൽ നൽകിടും അവിൽ പൊതി വാങ്ങുമോ ശ്രീ ഗുരുവായൂരപ്പൻ. ദ്വാരക വാഴും ഭഗവാൻ. ഗുരുവായൂരൊരു മധുര എഴുതിയാൽ തീരാത്ത കവിത, ഒഴുകാതൊഴുകുന്ന യമുന ഭക്ത ഹൃദയങ്ങളിൽ സ്വർണദ്വാരക. ഗുരുവായൂരൊരു മധുര എഴുതിയാൽ തീരാത്ത കവിത,
ഒഴുകാതൊഴുകുന്ന യമുന ഭക്ത ഹൃദയങ്ങളിൽ സ്വർണദ്വാരക ഗുരുവായൂരൊരു മധുര. നമസ്തേ. വളരെ സന്തോഷം രാമകൃഷ്ണൻ സാർ, നല്ലൊരു ഭക്തിഗാനം തന്ന് നമ്മുടെ ഈ പരിപാടി ഭക്തി നിർഭരമാക്കിയതിന് പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കീർത്തനം ആലപിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് ആരും പറയരുത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി സമർപ്പണം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരിയായ ഉഷ അന്തർജനത്തെ സാദരം ക്ഷണിക്കുകയാണ്. ആരെങ്കിലും കീർത്തനം ആലപിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടോ? ബാലകൃഷ്ണൻ സാറിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 2 വാക്കുകൾ പറഞ്ഞോളൂ. എനിക്ക് വളരെ കലശലായിട്ടുള്ള ചുമയാണ്. എനിക്ക് വർത്തമാനം പറയാൻ പോലും പറ്റുന്നില്ല. ഒരു 2 മിനിറ്റ് ഞാൻ അതുകൊണ്ടാണ് ഓഫ് ചെയ്തിരുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ. ആരെങ്കിലും ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ സത്സന്ധ്യ പൂർണ്ണമാകുന്നതിന് മുമ്പ് തീർച്ചയായും നമുക്കറിയാം, ഈ 1 മാസക്കാലം നമുക്ക് മുന്നിൽ നിന്ന് രാമായണ മാസത്തെ നയിച്ച ശ്രീമതി ഉഷ അന്തർജന, നമ്മുടെ പ്രിയങ്കരിയായ ഉഷ പോൾ ഇവിടെയുണ്ട്. ഉഷ പോൾക്ക് തീർച്ചയായിട്ടും നമ്മളോട് പലതും പ്രാർത്ഥനയോടെ അവതരിപ്പിക്കാനും ഇത് സമർപ്പിക്കാനും ഒക്കെയുള്ള തീർച്ചയായിട്ടും അവസരമാണ്. ഉഷ പോളെ സാദരം ക്ഷണിക്കുന്നു. നമസ്തേ ജയശങ്കര. എത്ര എത്ര മമ ചിത്ത പങ്കജം തത്ര തത്ര തവ കോമളം ബഭൂ എത്ര എത്ര മമ വാക് പ്രകാശതേ തത്ര തത്ര തവ നാമ സന്തതി. ഗുരുവായൂരപ്പ ശരണം. നമ്മുടെ ത്രേതായുഗത്തിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ദ്വാപര യുഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇന്നലെ സന്ധ്യ വരെ ശ്രീരാമചരിതങ്ങളാൽ രാമായണ മാസ നമ്മൾ ആചരിക്കുകയായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ചിങ്ങം 1-ാം തീയതി ആയപ്പോ അടുത്ത യുഗത്തിലേക്ക് കയറി, ദ്വാപര യുഗത്തിലേക്ക്. ഇവിടെ രാധാമണി ചേച്ചി പറഞ്ഞ പോലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അഥവാ കൃഷ്ണപ്പാട്ടാണ് ചിങ്ങം 1 മുതൽ 1 മാസം കൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിക്കാറുള്ളത്. അപ്പൊ ഒരു യുഗമാണ് നമ്മുടെ മുമ്പിൽ ഇതാ കടന്നുപോയത്. നമ്മള് ദശരഥനെയും ദശമുഖനെയും ഒക്കെ കണ്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ ഞാനിപ്പോ തുടക്കത്തില് വാമനേട്ടൻ സംസാരിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വാമനേട്ടൻ പറഞ്ഞത് നമ്മുടെ ഓരോ സത്സന്ധ്യയിലും ഓരോ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കണം. വളരെ നന്നായിരുന്നു, വളരെ നല്ല. ഇന്ന് വാമനേട്ടൻ തുടക്കം ഇട്ടത് ഇന്ദ്രിയത്തെക്കുറിച്ച്, ഇന്ദ്രിയ നിഗ്രഹത്തെ കുറിച്ചായിരുന്നു വാമനേട്ടൻ തുടക്കം കുറിച്ചത്. ഇന്ന് നമ്മളെ പാരായണം ചെയ്തത് 90% നമ്മൾ ആ മഹാവിഷ്ണുവിനെ, കൃഷ്ണനെ തന്നെ. എത്ര മധുരമായിരുന്നു ഓരോന്നും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഓരോ കീർത്തനവും നാരായണീയം. എനിക്ക് നാരായണീയം എൻ്റെ ആത്മശ്വാസമാണ്. കാരണം ഞാൻ നാരായണീയം കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ ആദ്യമായിട്ട് ഈ ആധ്യാത്മിക വിഷയത്തിലേക്ക് എൻ്റെ ഗുരു എന്നെ നയിച്ചപ്പോൾ ശരിക്കും നാരായണീയം തന്നെയാണ് എനിക്ക് എടുത്തു തന്നത്. പക്ഷെ ഇത് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നാരായണീയം പഠിച്ചുകൊണ്ടാണ്. എനിക്കതുകൊണ്ട് സാന്ദ്രാനന്ദാവബോധം എന്ന് കേൾക്കുമ്പോൾ ദേഹം കോരിത്തരിക്കുക. അതുപോലെ തന്നെ ആ കൃഷ്ണ കീർത്തനങ്ങളെല്ലാം ഒന്നിനൊന്ന് ലീലാജി ചേച്ചിന്ന് വിളിക്കാൻ എന്നെക്കാട്ടിൽ എത്രയോ പ്രായം കുറവായിരിക്കും. ലീലാജി അതുപോലെ പറഞ്ഞു, എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലിയത് ശരിക്കും ഭഗവാനെ മനസ്സിൽ കാണുന്ന പോലായിരുന്നു. ഓരോ കീർത്തനങ്ങളും കണ്ണടച്ചിരുന്നു കൊണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇത്രയും ഹൃദയസ്പൃക്കായിട്ട് ഭക്തി സാന്ദ്രമായിട്ട് ചൊല്ലിയ ഓരോരുത്തരുടെയും മുമ്പിൽ നമസ്കരിക്കുകയാണ്.
വാമനേട്ടൻ ഇന്ദ്രിയ നിഗ്രഹത്തെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ടും അത് തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ദശരഥനെ പോലെ 10 ദിക്കിലേക്കും പാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തണം. അല്ലെങ്കിൽ ദശമുഖനെ പോലെയാകും. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലും പുറത്തേക്കാണ് നോക്കിയിരിക്കുന്നത്. പുറത്ത് കാണുന്ന ഓരോ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് 11ാമത്തെ ഇന്ദ്രിയമായ മനസ്സിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ അതാണ് അതിനെ വളർത്തിയെടുത്തിട്ട് വേണ്ടതും വേണ്ടാത്തതും എല്ലാം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ആ 5 ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ 5 കുതിരകളെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിയത്, അതുപോലെ ഈ രാമായണ മാസത്തെ രാമായണ പാരായണവും ചിന്തയും ഒക്കെയുമായിട്ട് നമുക്ക് അതിന് കഴിയണം. ഇനി വരുന്ന കാലങ്ങളിലും നമ്മുടെ ഇതൊക്കെ പഠിക്കുന്നതിന്റെ ഒക്കെ, ഇതൊക്കെ പാരായണം ചെയ്യുന്നതിന്റെ ഒക്കെ അർത്ഥം അത് കർമ്മപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നതും ജ്ഞാനമാണ് ഏറ്റവും മഹത്തരമായതെന്ന് ഭഗവാൻ തന്റെ സഹാവിന് ഉപദേശിച്ചു കൊടുക്കുമ്പോഴും പറയുന്നത് എന്താണ്? നീ കർമ്മം ചെയ്യുക. എപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഭഗവാനിൽ ശരണം പ്രാപിക്കുമ്പോൾ. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമിതാം ധർമ്മ സമ്മൂഢചേത യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദമലരുകളിൽ ശരണം പ്രാപിച്ചപ്പോ ഭഗവാൻ ആ ഗുരുവായൂരപ്പൻ തന്നെ അർജുനന് ആ ഗീത ഉപദേശിച്ചു കൊടുത്തു. നമ്മളും ആ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് കർമ്മോന്മുഖരാകുകയാണ് വേണ്ടത്. ഭഗവാൻ കർമ്മോന്മുഖനാകാൻ അർജുനന് എപ്പോഴും എൻ്റെ നാക്കിൽ രാമനും ഹനുമാനും ഒക്കെ തന്നെ വരുന്നത്. അപ്പൊ അർജുനനോട് ഉപദേശിച്ചു കൊടുക്കൂ കർമ്മോന്മുഖനാവാൻ. കാരണം ജ്ഞാനത്തെ സമ്പാദിച്ച് ആ ജ്ഞാനത്തെ കർമ്മപഥത്തിലാക്കി തീർക്കേണ്ടതുണ്ട്. വെറുതെ ജ്ഞാനിയാണെന്നും പറഞ്ഞ് പുസ്തകം വായിച്ചല്ലേ ധ്യാനിച്ച് ഒരു മൂലക്കിരിക്കുകയല്ല. നമ്മുടെ നിത്യജീവിതത്തിലുള്ള കർമ്മപഥത്തിൽ സ്വധർമാനുഷ്ഠാനത്തിൽ അവയൊക്കെ പ്രവൃത്തി പദത്തിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മള് അതിന് ഇന്ദ്രിയ നിഗ്രഹത്തെ വളരെ ആവശ്യമാണ്. കാരണം ഇന്ദ്രിയത്തിന് യാതൊരു ഇതുമില്ലാതെ കുരങ്ങിനെ പോലെ ചാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാത്ത പോലും നമ്മുടെ കണ്ണുകളുടെ കാഴ്ച എത്രയാണ്. ഇപ്പൊ ശാസ്ത്രീയമായിട്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുവിന്റെ 0.00 എത്രയോ 0 ഇട്ടതിന് ശേഷം ഒരു 0.1 മാത്രമേ നമുക്ക് കാഴ്ചയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ 2 ചെവികൾ ഉണ്ടെങ്കിലും എത്ര ഡെസിമൽ പവറാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. വളരെ ചെറിയത്, ഏറ്റവും ചെറിയ ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. മൂക്ക് ശ്വസിക്കുന്നത്, ഇങ്ങനെ ഓരോന്നും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം എത്രയോ വളരെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതിന്റെ ഒരു അണു എന്ന് പോലും പറയാൻ ഒക്കാത്ത അത്ര ഭാഗമേ നമ്മൾ അനുഭവിച്ചറിയപ്പെടുന്നുള്ളൂ. അപ്പൊ അറിഞ്ഞതിന്റെ എത്രയോ ഇരട്ടി അറിയാൻ കിടക്കുന്നു. എന്നിട്ടും നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അധീനമായിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നു. എന്നാൽ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഇന്ദ്രിയത്തെ നമ്മുടെ അന്ധകരണത്തിലേക്ക് നോക്കാൻ കുറേശ്ശെയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും നമുക്കതിന് കഴിയും. അതാണ് നളകൂബരന്മാരുടെ കഥയുണ്ടല്ലോ ഭാഗവതത്തില്. നമ്മുടെ നളകൂബരന്മാരുടെ, കുബേരന്റെ പുത്രനായ നളകൂബരന്മാരുടെ കഥയുണ്ട്. നളകൂബരന്മാര് ശാപം കിട്ടി വൃന്ദാവനത്തിൽ നമുക്കറിയാം 2 മരുതുവൃക്ഷങ്ങളായിട്ട് മാറുകയാണ്. ഭഗവാൻ ദാമോദരനായിക്കൊണ്ട് അന്ന് അമ്മ യശോദാമ്മ ഉരളിൽ പിടിച്ച് കെട്ടിയിട്ടപ്പോ ദാമോദരൻ എന്ന പേര് കിട്ടി. ദാമ ഉദരത്തിൽ ധരിച്ചവനായി. ആ ദാമോദരൻ ആ ഉരളിനെ വലിച്ചുകൊണ്ടുപോയി ആ വൃക്ഷങ്ങളെ താഴെ ഇടുമ്പോ അതിൽ നിന്ന് നളകൂബരന്മാർക്ക് ശാപമോക്ഷം കിട്ടി ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് ആ അർജുന വൃക്ഷങ്ങളെ തള്ളി താഴെ ഇടുമ്പോ അർജുന വൃക്ഷങ്ങൾ ആരായിരുന്നു? നളകൂബരന്മാരായി മാറുക, കുബേരപുത്രന്മാരായി മാറുക. അവർ ശാപമോക്ഷം കിട്ടി ഭഗവാന്റെ വൃന്ദാവനത്തിൽ വൃക്ഷങ്ങളായി വന്നു. അപ്പൊ നമ്മൾ ഈ കാണുന്ന അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഈ ചുറ്റും കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വൃക്ഷത്തിനും ഓരോ സസ്യത്തിനും ഒക്കെ തന്നെ ഒരു പൂർവ്വ കഥയുണ്ട്. ഓരോ
നിയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നത്. ഇവിടെ നളകൂപരന്മാര് സ്തുതിക്കുന്നതിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ ചൊല്ലാം സമയക്കുറവ് കൊണ്ട്. വാണീ ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമി പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ, എന്റെ വാക്കുകൾ അവിടുത്തെ കീർത്തനങ്ങൾ ആലപിക്കാനാവണമേ, എന്റെ കാതുകൾ അവിടുത്തെ കീർത്തനങ്ങൾ കേൾക്കാനാവണമേ, എന്റെ ശിരസ് അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കാവനാവേണമേ എന്ന് ആ നളകൂപരന്മാരുടെ ആ പ്രാർത്ഥന തന്നെയാവട്ടെ നമ്മുടെയും പ്രാർത്ഥന. അതുപോലെ നാരായണീയം, ജീവശാസ്ത്രമായ നാരായണീയത്തിലെ 3-ാമത്തെ ദശകത്തില് ഭഗവാനോട് ഭട്ടതിരിപ്പാട് ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവൽ ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയനം അഥ തേ പാദതുളസി പരിഘ്രാണീഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. എന്റെ പൊന്നു ഭഗവാനെ, വിധൂയ ക്ലേശാന്മേ, എന്റെ ക്ലേശങ്ങളെല്ലാം മാറ്റണേ. പൊന്നു ഗുരുവായൂരപ്പ, എന്തിനാണ്? കരചരണയുഗ്മം ധൃതരസം ഭവൽ ക്ഷേത്രപ്രാപ്തവും, അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരാനുള്ള അനുഗ്രഹം എന്റെ കാലുകൾക്ക് നൽകണമേ. ഭവന്മൂർത്തിയാലോകേ നയനം, എന്റെ നയനങ്ങൾ, എന്റെ കണ്ണുകൾ ഭഗവാനെ ആ തിരുസ്വരൂപം കാണാനിടയാക്കി തീർക്കണമേ. പിന്നെ എന്റെ മൂക്കുകളാവണമെങ്കിലോ അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിച്ചതായ ആ തുളസിയുടെ ഗന്ധം അനുഭവിക്കാനുള്ള ഭാഗ്യം എന്റെ മൂക്കുകൾക്ക് ലഭിക്കണമേ. അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് നമസ്കരിക്കാനാവേണമേ. ഈ പ്രാർത്ഥന തന്നെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇതിൽ കൂടുതൽ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? കുന്തിദേവി സ്തുതിക്കുന്നുണ്ട്. തുയിമേനന്യ വിഷയ മധുപദേ സകൃൽ രതിമുദ്വഗദാദഗ്ധൗ ഗംഗേവൗഹമുദന്വതി. ആ ഗംഗാപ്രവാഹം പോലെ അവിടുത്തെ ആ ഭക്തി സാന്ദ്രമായ എന്റെ മനസ്സ് അവിടത്തേക്ക് പാഞ്ഞു ചെല്ലണമേ. അങ്ങയുടെ ആ കാരുണ്യ കടാക്ഷം, അനുഗ്രഹം നമ്മളിലൊക്കെ ഉണ്ടാവണേ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഇപ്പൊ പറഞ്ഞതൊക്കെ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കയ്യെ കാല് ശിരസ് ഒക്കെ തന്നെ ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാനാവണേ. ഇത് മാത്രമായിരിക്കണേ നമ്മുടെയൊക്കെ ഭാഗ്യം, പ്രാർത്ഥന. അതിനുള്ള ഭാഗ്യം നമുക്ക് ജഗദീശ്വരൻ നൽകട്ടെ. ഒരു കീർത്തനം കൂടെ ചൊല്ലി ഞാൻ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നില്ല. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്ന ഈ സമയത്ത് 1 മണിക്കൂർ എന്നുള്ളത് ഇപ്പൊ ഏതാണ്ട് 1.5 മണിക്കൂറായിട്ടുണ്ട്. അല്ലെങ്കിൽ സമയം ഒരുപാടാകും. അതുകൊണ്ട് ഞാൻ കീർത്തനത്തിലേക്ക് പോകുന്നില്ല. ഈശ്വരന്റെ പാദങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹേശ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഭഗവാൻ 2 കാര്യമേ പറയുന്നുള്ളൂ, ഞാനെന്നും എന്റെതെന്നും. അത് മാത്രം ഭഗവാൻ ഇഷ്ടമല്ല. സത്യമായിട്ടും ഞാനെന്നും എന്റെ ഭഗവാൻ ഇഷ്ടമല്ല. സ്വന്തം രുക്മിണിയായി പോലും ഭഗവാൻ അവിടെ ഇതാകുന്നുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ആരും വലുതല്ല, ആരും ചെറുതല്ല, എല്ലാവരും സമമാണെന്നുള്ള ഒറ്റ ഭാവത്തോടു കൂടി ഗുരുവായൂരപ്പ, എനിക്ക് പല അനുഭവങ്ങളും ഉണ്ട് ഗുരുവായൂരപ്പന്റെ. അതുകൊണ്ട് ഞാൻ പറയുവാണ്, സത്യമായിട്ടും പല അനുഭവങ്ങളും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാനെന്നും എന്റെതെന്നും മാത്രം ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. എല്ലാരും സമം, എല്ലാരും തുല്യം. അവിടെ ഒരു പക്ഷാഭേദവും ഇല്ല ഭഗവാന്. ഇനി ഒരുപാട് പറയാനുണ്ട് ഭഗവാൻ. തോന്നായിക വേണമിക തോന്നുന്നതാകില അഖിലം ഞാനിതെന്ന വഴി. അതെ, അങ്ങനാണല്ലോ. അതെ. സന്തോഷം അമ്മ. ഈ നമ്മുടെ സത്സന്ധ്യ ഏറെ സമയം മുന്നോട്ട് പോയി. തീർച്ചയായിട്ടും ആ സത്സന്ധ്യയിൽ പങ്കെടുത്തവരെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് മുമ്പിൽ വന്ന് അവർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ഭക്തി നിർഭരത പ്രദാനം ചെയ്തുകൊണ്ട് കീർത്തനങ്ങൾ ആലപിച്ചു. നല്ല വാക്കുകളിൽ കൂടി ഹൃദയം മനസ്സിനെയും ഒക്കെ ആശീർവദിച്ചു.
ഇന്നത്തെ ഈ സത്സന്ധ്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വിടവാങ്ങുന്നു. ജയശങ്കര, ജയശങ്കര. ഒരു മിനിറ്റ്. നമ്മുടെ അദ്വൈത ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നടത്തി വരുന്ന പരിപാടികളിൽ ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള പരിപാടി ഇനിയിപ്പോൾ സെപ്റ്റംബർ മാസം പകുതിക്ക് ശേഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ജയേട്ടനോട് സംസാരിച്ചിരുന്നു, ചൊവ്വാഴ്ച തൊട്ട് തുടങ്ങാമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇപ്പോൾ സംസാരിച്ചു, സെപ്റ്റംബർ പകുതിക്ക് ശേഷം അത് ആരംഭിക്കുന്നതാണ്. അദ്ദേഹം യാത്രയിലാണ്, അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ വരുന്ന ഞായറാഴ്ച 24-ാം തീയതി 7 മണിക്ക് നമ്മുടെ സുഹൃതം സംസ്കൃതം പരിപാടി ഉണ്ടായിരിക്കും. 4ാമത്തെ സെഷനാണ്. അതേപോലെ തന്നെ ദിഗ്വിജയം 8 മണിക്ക്, ദിഗ്വിജയം സ്വാമിനി ജ്ഞാനാമധിഷ്ഠ നടത്തുന്ന ദിഗ്വിജയം എന്നുള്ള പരിപാടി 8 മണിക്ക് ഉണ്ടായിരിക്കും. ഈ 2 പരിപാടികളാണ് ഈ ആഴ്ചയിലുള്ളത്. ഇതെല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. നമുക്കിപ്പോൾ ഞായറാഴ്ച കാണാം. എല്ലാവർക്കും അതേവരെക്കും നന്ദി, നമസ്കാരം. ജയശങ്കര, 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 ജയശങ്കര.